സഹകരണ സ്ഥാപനങ്ങളിൽ മനുഷ്യരാണല്ലോ നേതൃത്വം കൊടുക്കുന്നത്. ഈ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യരിൽ ചിലർ വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തിയെന്ന് വരും. അങ്ങനെ വഴിവിട്ട നീക്കം നടത്തുമ്പോൾ കേരളം സ്വീകരിച്ച നിലപാടെന്താ? തെറ്റാര് ചെയ്യുന്നോ അവർക്കെതിരെ കർക്കശ നടപടിയാണ്. എന്നാൽ ഒരാൾ തെറ്റ് ചെയ്തു എന്നതിൻ്റെ മേലെ, ഒരു സ്ഥാപനത്തിൽ ഏതാനും ആളുകൾ തെറ്റ് ചെയ്തു എന്നതിൻ്റെ മേലെ സഹകരണ മേഖലയെ ആകെ തകർക്കുന്ന നിലപാട് കേരളം സ്വീകരിക്കാറില്ല, ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. കാരണം ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നവർ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് നിക്ഷേപം നടത്തുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, സഹകരണ മേഖലയെ കൂടുതൽ വളർത്തുക, ഈ നിലയാണ് കേരളം സ്വീകരിച്ചിട്ടുള്ളത്. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഇതുതന്നെയാണ്. കരുവന്നൂർ ബാങ്കിൽ നടക്കാൻ പാടില്ലാത്ത ചില ക്രമക്കേടുകൾ നടന്നു. ആ ക്രമക്കേടുകളുടെ നേരെ ശക്തമായ നിലപാട് സഹകരണ വകുപ്പും സ്വീകരിച്ചു, സർക്കാരും സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങൾ നടന്നു. അതിലൂടെ തെറ്റ് ചെയ്തവരെ കൃത്യമായി കണ്ടെത്തുന്ന നിലയുണ്ടായി. അവരെ തന്നെയല്ലേ ഇപ്പോൾ ED വന്നപ്പോഴും പ്രതികളാക്കി വെച്ചിട്ടുള്ളത്. അതിനപ്പുറം എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്താ? തെറ്റ് ചെയ്തവർക്കെതിരെ അവരർഹിക്കുന്ന നിയമപരമായ നടപടിയും അതിൻ്റെ ഭാഗമായി ലഭിക്കാവുന്ന ശിക്ഷയും ഉറപ്പാക്കുക. അതേസമയം സഹകരണ മേഖല തകരാതിരിക്കുക. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അത് സാധാരണ നിലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിക്ഷേപകർ ആ നിക്ഷേപിച്ച സംഖ്യ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നിക്ഷേപകർ നിക്ഷേപം ആവശ്യപ്പെട്ട് വരുമ്പോൾ അത് കൊടുക്കുന്ന നിലയുണ്ട്. ഒരു പ്രശ്നവും ഇപ്പോൾ അവിടെ ഇല്ല. വീണ്ടും നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും വായ്പ നല്ല നിലക്ക് ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സ്ഥാപനമെന്ന നിലക്ക് ആ ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ട് വരികയാണ്. ഇതാണ് കേരളത്തിൽ സ്വീകരിക്കുന്ന നില. അതാണ് നാം കാണേണ്ടത്. തൃശ്ശൂർ പൂരത്തിൽ BJP RSS LDF തൃശ്ശൂർ കമ്മിറ്റിയുടെ പോലീസും അതിൽ അത് സൗകര്യം ചെയ്തു. മത്സരത്തിലേക്ക് അടക്കമുള്ള ആളുകൾ ഗൂഢാലോചന നടത്തി എന്നൊരു ആക്ഷേപമായിരുന്നു. ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തൃശ്ശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അത് അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ കാലമല്ല, അത് ഗവൺമെൻറ് എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്ക് പല പരിമിതിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അന്ന് ഇടപെട്ട് അതിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. നല്ല നിലക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഞാൻ തൃശ്ശൂർ എത്തിയപ്പോൾ അവർ ദേവസ്വക്കാർ വന്നിട്ട് പൂര ദിവസം അവിടെ എത്താൻ വേണ്ടി എന്നെ വല്ലാതെ ക്ഷണിച്ചിരുന്നു. ഞാൻ അന്ന് കോഴിക്കോടാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിലാണ് ഗവൺമെൻറ് അതിനാവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുമുണ്ട്. അപ്പോൾ അത്തരം പരാതികളെപ്പറ്റി ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്കൊരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടി. അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ തുറന്നെന്താണോ വേണ്ടത് ആ നടപടി എടുക്കാവുന്നതാണ്.